പരിപ്പ് കറി, പരിപ്പ് ചാറ് കറി ഉണ്ടാക്കാം, അതായത് ഒഴിച്ച് കറി. അതിനായി ഒരു കുമ്പളങ്ങ എടുത്ത് നമുക്ക് പകുതി മതി, ഇത് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: 1/2 കപ്പ് പരിപ്പ്, തമരപ്പരിപ്പ്, 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കപ്പിന് 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത്, ചെറിയൊരു തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്. പിന്നെ താളിപ്പിനായി 3 ചുവന്ന മുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അരപ്പിനായി ജീരകം, പിന്നെ ആവശ്യത്തിന് കടുക്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിന് ഇത്രയും മതി. ഇതിനെ കട്ട് ചെയ്ത് പീസാക്കാം. ബാക്കി നമുക്ക് മറ്റെന്തെങ്കിലും കറിക്കോ എടുക്കാം. കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നതിനായി കുമ്പളങ്ങയൊക്കെ ഞാൻ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇടാം. അതോടൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൊടുത്ത് അതിലേക്ക് 4 പച്ചമുളക്, 1/2 സവാള അരിഞ്ഞത്, തക്കാളി ഇത്രയും ചേർത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം 1.5 ഗ്ലാസ് വെള്ളം വേണം. നേരത്തെ കിടക്കണം. വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ചാറ് കഴുകിയ വെള്ളം കൂടെ എടുക്കാം. കുറച്ച് വെള്ളം കുമ്പളങ്ങയും പരിപ്പും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിള വരട്ടെ. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ചേർത്ത് നന്നായി ഇളക്കി
പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ഈ 1 മിനിറ്റ് കൂടെ ഒന്ന് തിളക്കട്ടെ, പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കുമ്പളങ്ങ എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് താളിച്ച് ചേർക്കാം. ഇതിനായി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് 3 വറ്റൽമുളക്, 2 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കറിയിലോട്ട് ചേർക്കാം. അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കുക. അടപ്പം തുറക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങ പരിപ്പ് കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാറ് കറി ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്ത ശേഷം നമുക്കൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് അടച്ചു വെച്ച് തണുക്കട്ടെ. കുമ്പളങ്ങ പരിപ്പ് കറി റെഡി. ഒരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. കുമ്പളങ്ങ പരിപ്പ് ചാറ് കറി റെഡി.